ഫ്രണ്ട്സ് എല്ലാവർക്കും ഗോൾഡിൻ്റെ അപ്ഡേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗോൾഡ് ഇപ്പോൾ എന്താണെന്ന് നിൽക്കുന്നത് ഒരു കൺസൾട്ടേഷൻ രീതിയിലാണ് പ്രൈസ് ഇപ്പോൾ മൂവ് ചെയ്തിരുന്നത്. വേറെ ഒന്നുമല്ല, പ്രൈസ് ഈ ഒരു ഡേയുടെ ഡിസിഷൻ ഓർഡർ ബ്ലോക്കിൽ വന്നു. പ്രൈസ് ഒന്ന് ഫസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തു. വീണ്ടും ഇതിപ്പോഴും ആക്റ്റീവാണ്. അതിൻ്റെ ലോ വിക്ക് ബ്രേക്കാണ് നടത്തിയിരിക്കുന്നത്. ലിക്വിഡിറ്റി ഗ്രാബ് മാത്രമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് ഒരു 8 ദിവസം നമ്മൾ നോക്കണമെങ്കിൽ ആ ഒരു റേഞ്ചിൽ തന്നെയുണ്ട്. സൈഡ് വേ ട്രെൻഡ് അല്ലേ. പ്രൈസ് ഹൈ എടുക്കുമ്പോഴും ലോ എടുക്കുമ്പോഴൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ചില ഹൈ എടുക്കുമ്പോഴൊക്കെ പ്രൈസ് അതിൻ്റെ ടാർഗറ്റ് എടുക്കുന്നില്ല. അതായത് ലിക്വിഡിറ്റി പി ഒകളാണ് ഇപ്പോൾ പ്രൈസ് റിയാക്ട് ചെയ്തിരിക്കുന്ന സെക്ഷൻ. അതേപോലെ പ്രീവിയസ് ഡേ പ്രീവിയസ് ഹൈൻ്റെ ഒക്കെയാണ്. പ്രൈസ് ബുള്ളിഷിലേക്കുള്ള സാധ്യതകളാണ് ഇപ്പോഴും കൂടുതൽ തരുന്നത്. സെല്ലിലേക്ക് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട് എല്ലാവരോടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിക്വിഡിറ്റി പി ഒയിൽ നിങ്ങൾക്ക് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഹൈയോ അല്ലെങ്കിൽ പ്രീവിയസ് ലോ തന്നെ ടാർഗറ്റ് ചെയ്യുക. ചിലപ്പം പ്രീവിയസ് ഹൈയും പ്രീവിയസ് ലോയൊക്കെ കുറച്ച് ലെങ്ത്താണ് ഉള്ളതെങ്കിൽ, അതായത് കുറച്ചധികം പിപ്സ് മൂവ്മെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഹൈയും ലോയും ടാർഗറ്റ് ചെയ്യില്ല, കിട്ടില്ല. അപ്പോൾ ഒരു $10 ഒക്കെ ടാർഗറ്റ് ചെയ്യുക. വേറെ ഒന്നും അല്ല, ഇങ്ങനെ ഒരു സൈഡ് വേ ട്രെൻഡിലേക്ക് വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ട്രേഡിംഗ് വോളിയം വളരെ കുറയും. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഡിസംബറിലൊക്കെ ആകുമ്പോഴത്തേക്കും പ്രൈസ് എപ്പോഴും ഒരു സൈഡ് വേ ട്രെൻഡിലേക്ക് മാറാറുണ്ട്. പക്ഷേ ചില സമയത്തൊക്കെ നമുക്ക് വലിയ വലിയ ക്യാൻഡിൽസ് കാണാം. അത് ചില ടൈമിൽ മാത്രം. അതായത് എക്സ്പെഷ്യലി നമ്മൾ നോക്കണമെങ്കിൽ ന്യൂസ് ടൈമിൽ ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ടായി. ആ സമയത്ത് ചിലപ്പോൾ ഗോൾഡ് ഒരു 15, 20, $25 മൂവ് ചെയ്ത് അതേ പൊസിഷനിൽ തന്നെ നിൽക്കുന്നത്. നമ്മൾ ചിലപ്പോൾ നമുക്ക് പ്രൈസ് തിരിച്ച് വരില്ല. ചിലപ്പോൾ ആ സമയത്ത് തന്നെ പോയി തിരിച്ച് അവിടെ വന്ന് തന്നെ പ്രൈസ് ആ സൈഡ് വേ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യും. നമുക്കിപ്പോൾ നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഹൈ ഇമ്പാക്റ്റ് ന്യൂസൊക്കെ ഇന്ന് കുറച്ചുണ്ട്. ആ സമയത്തൊക്കെ കഴിഞ്ഞിട്ട് ട്രേഡ് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഫാം പേറോൾ ഉണ്ട്. നാളെയാണ് നോൺ ഫാം പേറോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചിലപ്പോൾ വരുന്ന മൂവ്മെൻറ്റ്സ് ചിലപ്പോൾ മാനിപ്പുലേഷൻ ആകാം. ചിലപ്പോൾ പ്രൈസ് കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നതുമായിരിക്കും. ഇപ്പോൾ നമ്മൾ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം പ്രൈസ് ഒരു ബിയറിഷ് ട്രെൻഡിലേക്കാണ് പ്രൈസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പോയതെങ്കിൽ ഇന്ന് നമ്മൾ അതിന് ശേഷം നമ്മൾ ഇന്ന് നോക്കണമെങ്കിൽ പ്രൈസ് ഇന്നലെ മുതൽ പ്രൈസ് ഒരു ബുള്ളിഷിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എവിടെ വേണമെങ്കിലും വന്ന് പ്രൈസ് ഇറങ്ങാം. ചിലപ്പോൾ പ്രൈസ് കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ 1 അവറിൻ്റെ ഈ ഒരു OBയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ല സെല്ല് നോക്കാവുന്നതാണ്. നാളെ ന്യൂസിന് മുമ്പാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെല്ല് നോക്കാം. ഫസ്റ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്യുക, ബ്രേക്കും സെറ്റ് ചെയ്യുക, ലോങ് ടൈം ഹോൾഡ് ചെയ്യുക. ചിലപ്പോൾ പ്രൈസ് വീണ്ടും ഇറങ്ങാം. പ്രൈസ് ഇപ്പം നോക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4000-ന് മുകളിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാനാണ് നോക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 4000-ന് മുകളിൽ പ്രൈസ് എപ്പോഴൊക്കെ വരുന്നുണ്ടോ നല്ല രീതിയിൽ പ്രൈസ് താഴേക്ക് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്നലെ നമുക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4000-ലാകെ 3980-ന് മേളിൽ 1 അവറിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു. ഇന്നത് സ്ട്രോങ് ആയിട്ട് തിരിച്ച് കയറിയിട്ടുണ്ട്. ഇന്നലെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്ത പ്രൈസ് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ പ്രൈസ് ഇന്നിപ്പോൾ നമുക്ക് നോക്കണമെങ്കിൽ 4000-ന് മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഈ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പലവട്ടം കണ്ടതാണ് റിജക്ഷൻ അടിക്കുന്നുണ്ട്. അപ്പോൾ 4000-ന് മുകളിൽ പ്രൈസ് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ നവംബർ ഡിസംബർ ജാനുവരിയിലൊക്കെ പ്രൈസ് 4000-ന് മുകളിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും ചിലപ്പോൾ പ്രൈസ് ഒരു സൈഡ് വേ ട്രെൻഡ് തുടരാം. പക്ഷേ നാളത്തെ ന്യൂസിൽ 4000-ന് മുകളിൽ നിന്ന് പ്രൈസ് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ മാസം ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എടുത്തു പറയണതാണ് 4000-ന് മുകളിലേക്ക് പ്രൈസ് താഴേക്ക് വരാതെ ഈ ഒരു 8 ദിവസം ഉണ്ടാക്കിയ ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രൈസ് ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, ഈ നോൺ ഫാം പേറിൻ്റെ സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങി പ്രൈസ് പോരുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ 4 അവറിൻ്റെ OBയൊക്കെ ഫെയിലായി വീണ്ടും പ്രൈസ് താഴേക്ക് പോരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ നിന്നൊക്കെ ബൈ എടുക്കാം. പക്ഷേ അത് ലോങ് ടൈം ബൈ അല്ല. എടുത്ത് പറയുന്നത് ലോങ് ടൈം ബൈ അല്ല. ഈ പറയുന്ന നവംബർ ഡിസംബറിലൊക്കെ തന്നെ പ്രൈസ് ഈ ഒരു പൊസിഷൻ 4000-ന് താഴെ കിട്ടാനുള്ള സാധ്യത തന്നെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 3600 ആ ഒരു റേഞ്ചിൽ നിന്നൊക്കെ ആയിരിക്കും പ്രൈസ് വീണ്ടും കയറി പുതിയ 4000 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ വീണ്ടും പ്രൈസ് ഒരു ബിയറിഷ് ട്രെൻഡ് തന്നെയായിരിക്കും നവംബർ ഡിസംബർ പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പല സെക്ഷൻ്റെ ട്രേഡുകളുമാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. പ്രീവിയസ് സെക്ഷൻ്റെ ഹൈയും ലോയൊക്കെ. പക്ഷേ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ലണ്ടനിലെ വോളിയം വളരെ കുറവായിരുന്നു. $14 മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ആക്ച്വലി നവംബർ ഡിസംബറിൽ വരുന്ന ഒരു റേഞ്ചൊക്കെ. ഏഷ്യൻ ലണ്ടനൊക്കെ വളരെ മൂവ്മെൻറ്റ്സ് കുറവ്. നമ്മൾ നേരത്തെ കണ്ട ഏഷ്യൻ്റെ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ $53-60 മൂവ്മെൻറ്റ്സ്. ഇതിങ്ങനെ കുറഞ്ഞ് വരും. ഇന്നിപ്പോൾ $28 മൂവ്മെൻറ്റ്സ് ആണ് ഉണ്ടായത്. ഇന്നിപ്പോൾ ലണ്ടൻ ക്ലോസ് ചെയ്തിട്ടില്ല. എന്നാലും ലണ്ടൻ ഓപ്പൺ ചെയ്ത് 4003
ഏകദേശം $15 മൂവ്മെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഇതേ മൂവ്മെൻറ്റ്സ് തന്നെ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ വലിയ വലിയ മൂവ്മെൻറ്റ്സിൻ്റെ ട്രേഡുകൾ എടുത്തു. അതായത് മിനിമം ഒരു $25-30 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്തു. 60, 70, 100 അതിനപ്പുറമൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്ത ട്രേഡ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് മാറുകയാണ്. മാർക്കറ്റ് മാറുന്നതനുസരിച്ച് നമ്മൾ ഈ ട്രേഡുകൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ സെല്ലെടുത്ത് ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ അവസ്ഥ എന്തൊക്കെ ബ്രേക്ക് ചെയ്യാൻ അടിക്കും. ബൈ എടുത്ത് ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ അതും ബ്രേക്ക് ചെയ്യാൻ അടിക്കും. രണ്ട് സൈഡിലേക്കും പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നല്ല രീതിയിൽ ആക്റ്റീവായി നിൽക്കുന്ന 2 POകളാണ് 1 ഹവറിൻ്റെ OB, അതേപോലെ 4 ഹവറിൻ്റെ OB. ഇത് ഇപ്പോഴും ഫെയിലായിട്ടില്ല. 4 ഹവർ റിയാക്ട് ചെയ്ത് ഈ 1 ഹവറിൻ്റെ ഫെയിലാകുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 4000-ന് മേലിൽ പ്രൈസ് നല്ല രീതിയിൽ സ്ട്രോങ് ആവും, പ്രൈസ് കയറിപ്പോകും. അല്ല നാളെ പ്രൈസ് താഴേക്ക് വരികയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂയോർക്ക് വരികയാണെങ്കിൽ ഹൈ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെല്ല് നോക്കാവുന്നതാണ്. പിന്നെ നമ്മളുടെ പ്രീവിയസ് വീക്കിൻ്റെയൊക്കെ ഹൈ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഇനിയും പ്രൈസ് മൂവ് ചെയ്യണം. അതായത് 4100 വരെയൊക്കെ പോകണം. അപ്പോഴത്തേക്ക് നമ്മളുടെ മേളിൽ പല ഹോബികളുണ്ട്, അതൊക്കെ റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പക്ഷേ ന്യൂയോർക്ക് വന്നതിൽ ഇപ്പോൾ ലണ്ടൻ്റെ ഹൈ എടുത്തിട്ട് പ്രൈസ് എന്ത് ചെയ്യാം, താഴേക്ക് മൂവ് ചെയ്യാം. താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഒരു പ്രീവിയസ് ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഏഷ്യൻ കഴിഞ്ഞിട്ട് ലണ്ടൻ വന്നിട്ട് ലണ്ടൻ റിയാക്ട് ചെയ്ത് നോക്കിയാൽ വളരെ ചെറിയൊരു മൂവ്മെൻറ്റ്സ്. പക്ഷേ ഇവിടെ നിന്നൊക്കെ നമ്മൾ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു $10, $8 മൂവ്മെൻറ്റ്സ് ഒക്കെ ഉള്ളു. ചിലവർ ഇച്ചിരി കൂടി കഴിഞ്ഞ ലേറ്റായിട്ട് കയറിയണമെങ്കിൽ ഒരു $5-7 ഒരു ട്രേഡ്സേ ഉള്ളു. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രോഫിറ്റ് എടുത്ത് സെക്കൻഡ് ബ്രേക്ക് ഇവൻ ഇടുമ്പോഴത്തേക്ക് അത് ബ്രേക്ക് ഇവനും അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡ്സുകൾ നോക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ എടുത്തു പറയുകയാണെന്ന് നാളത്തെ ന്യൂസിൽ ഞാൻ പറഞ്ഞതുപോലെയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.